Hello my dear friends, welcome to our channel Kannur's Kitchen. ഞാൻ നിങ്ങളുടെ സുധ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ടൊമാറ്റോ കെച്ചപ്പിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് വളരെ സിമ്പിൾ ആയ ഒരു റെസിപ്പിയാണ്. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ടേസ്റ്റ് ആണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ടൊമാറ്റോ കെച്ചപ്പിനെക്കാട്ടിയും ടേസ്റ്റുമാണ്. പുറത്തുനിന്ന് വാങ്ങുന്നതിൽ കുറേ പ്രിസർവേറ്റീവ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് കാരണം അത് ഹെൽത്തിന് അത്ര നല്ലതൊന്നും ആയിരിക്കില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈ ടൊമാറ്റോ കെച്ചപ്പിന്റെ വീഡിയോ നമുക്ക് കാണാം. കെച്ചപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തത് ഒരു 5 തക്കാളിയാണ് മീഡിയം സൈസിലുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് 4ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഒരു തക്കാളിയെ നമുക്ക് ഇതുപോലെ 4 കഷ്ണങ്ങളാക്കണം. ഇനി നമുക്ക് ഈ തക്കാളി കഷ്ണങ്ങൾ ഒരു ചെറിയ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി നമുക്ക് ഒഴിക്കാം. എന്നിട്ട് ഇതിൻ്റെ അടപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ അടപ്പൊക്കെ ഇട്ടിട്ട് സ്റ്റവ് ഓൺ ചെയ്ത് കഴിഞ്ഞു. ഇനി മീഡിയം ഫ്ലെയിമിൽ ഒരു 3ഓ 4ഓ വിസിലാണ് വേണ്ടത്. മൂന്ന് വിസിലിന് ശേഷം ഞാൻ കുക്കർ ഓഫ് ചെയ്തിട്ടേക്കുവാണ്. ഇനി നമുക്ക് കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം മാത്രം അത് തുറക്കാം. പ്രഷർ പോയി കഴിഞ്ഞു. നമുക്കിത് തുറന്നൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇവിടെ ഒരു ബൗളിന് മുകളിലായിട്ട് ഒരു ചെറിയ അരിപ്പ നമുക്ക് വെക്കാം. ആ അരിപ്പയിലൂടെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളം കളയേണ്ടതല്ല, നമുക്ക് ആവശ്യമുണ്ട്. ഇതൊന്ന് തണുക്കണം, എങ്കിൽ മാത്രമേ മിക്സിയിലിട്ടിട്ട് അരക്കാൻ പറ്റുള്ളൂ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തണുത്ത് കിട്ടും. തക്കാളി നന്നായി തണുത്ത് കഴിഞ്ഞു. ഇനി മിക്സി ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിലേക്ക് കുറച്ച് നമ്മൾ വേവിച്ച വെള്ളം കൂടെ ചേർക്കാം, കൂടുതൽ ചേർക്കണ്ട. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കട്ടെ. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തക്കാളി വേവിച്ച വെള്ളമില്ലേ അതുകൂടി ഒന്നുകൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. മുഴുവൻ വെള്ളവും ഞാൻ ചേർത്തിട്ടില്ല. ഇനി മുഴുവൻ വെള്ളം ഇതിലേക്ക് തന്നെ ചേർക്കാം. ഇനി നമുക്കിത് അരിച്ചെടുക്കേണ്ടതാണ്, അതിന് വേണ്ടിയിട്ടാണ് മുഴുവൻ വെള്ളം ചേർത്തത്. എന്നിട്ട് നമുക്ക് ഇതേ പാത്രത്തിൽ തന്നെ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചെടുത്ത ഈ തക്കാളി പ്യൂരി നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു പാത്രത്തിലാക്കട്ടെ. ഇനി ഇത് ഒരു 5 മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാനുണ്ട്. അതിൽ ആദ്യത്തേത് ഒരു 100 ഗ്രാം പഞ്ചസാരയാണ്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ പുളിവെള്ളമാണ്. 3 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണിത്, അതും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊരു 12 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് കുക്ക് ചെയ്യണം. അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് കുറുകി വരും. ഇപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒരു 12 മിനിറ്റോളം ഇത് കുക്കായി കഴിഞ്ഞു. ഇനി നമുക്ക് ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിൽ ഒരു 8 മിനിറ്റ് കൂടി ഇതൊന്ന് കുക്കായിട്ട് നല്ല പോലെ കുറുകി വരണം. അപ്പോൾ ഞാൻ ഏറ്റവും സിമ്മിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 8 മിനിറ്റ് കൂടെ ഈ സിമ്മിൽ ഇങ്ങനെ കുക്കാവട്ടെ. അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ആ ഒരു മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. മധുരം കുറവാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ കറക്റ്റാണ്, അതുകൊണ്ട് ഇനി ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഒരു 8 മിനിറ്റ് കൂടെ നമുക്ക് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 8 മിനിറ്റ് ലോവസ്റ്റ് ഫ്ലെയിമിൽ കുക്കായതിന് ശേഷം ഇത് നല്ല പോലെ കട്ടിയായി കഴിഞ്ഞു. ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാണ്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. തണുത്തതിന് ശേഷം നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കത് ഉപയോഗിക്കാം. പുറത്ത് തന്നെ വെച്ചിട്ട് ഉപയോഗിക്കാം, കാരണം അതിൽ വിനീഗറൊക്കെ ചേർത്തത് കാരണം പോയി പോകുന്നില്ല. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വളരെ ശുദ്ധമായ ഈ കെച്ചപ്പൊക്കെ നമ്മൾ ഉപയോഗിച്ച് പഠിക്കുക. പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന തക്കാളിയൊക്കെ എത്രത്തോളം ശുദ്ധമാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും ചെയ്യുക. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബിന് ശേഷം വരുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ വരുന്ന ഓപ്ഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ മാത്രമേ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് വരികയുള്ളൂ. വീണ്ടും മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.